ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ആയിട്ട് പാട്ടായിട്ടുള്ള നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായില്ലേ ഫ്രണ്ട്സ്? നമുക്ക് സ്റ്റോറി പോവാം. ആ മോളെ, എൻ്റെ അമ്മേ, ആ പ്രിയ, ആ എന്താ പറ്റമ്മേ? പറഞ്ഞക്ക് ഇതെന്ത് പോയി കൊടുത്തുവാ എന്നിട്ട് ഹീറോയിനോട് കൊടുത്തയച്ചായിരുന്നു. പ്രിയ, ആരൊക്കെ കൊടുക്കാൻ? നിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ കൊണ്ടുപോയി കൊടു. ആ 2 ടിഫിനുണ്ടു, അനുക്കും പൂജ കൊണ്ടുപോയി കൊടു. എൻ്റെ അമ്മ കൊടുത്തയച്ചത്. എന്താ അമ്മ ഇത്? സ്വീറ്റ് ഉണ്ടാക്കിയതാ. ഇങ്ങനെ അമ്മ സ്വീറ്റ് മറന്നൊടി, നീ എക്സാമിൽ പാസ്സായി, അതുകൊണ്ടാണ് എനിക്ക്. എൻ്റെ മമ്മി പറയുന്നു. അതെ മോളെ, എക്സാമിൽ പാസ്, അത് മാത്രമല്ല 12th പാസ്സായി, 12th ഫുൾ പാസ്സായി. ഇപ്പം ഇനി ഫസ്റ്റ് കോളേജ് ജോയിൻ ചെയ്യാൻ പോവാം. അതിലൊക്കെ നല്ല മാർക്ക് കിട്ടിയിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായി. മമ്മി, ഞാൻ ഫസ്റ്റ് ഇയർക്ക് എത്താനായ. അതെ, ഇനി എന്നെ ജോയിൻ ചെയ്യിക്കുന്നതാ, കൊടു എന്ന് പറയായിരുന്നു. ഇങ്ങനെയായിട്ട് ഹീറോയെ കൊണ്ടുവരുത്തും. ഫസ്റ്റ് അനുവിൻ്റെ വീട്ടിൽ പോയി അനുക്കും കൊടുത്തന്നെ. അനുവിൻ്റെ അമ്മ പറയായിരുന്നു, നിൻ്റെ ഫ്രണ്ട് പാസ്സായി മോളെ, ഇതിനെൻ്റെ മമ്മി കൊടു. ശരി ഓക്കെ ആൻറ്റി. പൂജയായിട്ട് പോയി. പൂജയുടെ അമ്മ അങ്ങ് അതേമാതിരി എന്നിട്ട് ഭയങ്കര ഹാപ്പിയാണ്. ഹീറോയി പറയുന്നത്, മമ്മി ഇത് അനു ചേച്ചി, അനുവിൻ്റെ വീട് ഇതാ, ഇത് പൂജ വീടിനാ. ഓ, എൻ്റെ ഫ്രണ്ട്സ് കൊണ്ടിട്ടുണ്ട്. ഹീറോ എങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ്? ആദ്യം അത് 3 പേര് ബെസ്റ്റ് ഫ്രണ്ട്സ്, സ്കൂൾ മാത്രമല്ല ചൈൽഡ് വൈസ് ഫ്രണ്ട്സാണ്. അങ്ങനായിട്ട് ഹീറോയി പറയായിരുന്നു, മച്ചി ഞങ്ങൾക്ക് മാർക്കറ്റ് ഇന്ന് ഫസ്റ്റ് കോളേജിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു. 3 പേർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അവർ വെളിയിലിരുന്ന് സംസാരിക്കുമായിരുന്നു. അപ്പാണ് ഹീറോയി പറയായിരുന്നു, അവിടെ നോക്കടി ആരാ വരാ. പ്രിയ നോക്കായിരുന്നു. പ്രിയയുടെ ചേട്ടനാ വരുന്നത്. ചേട്ടാ, ആ ചേട്ടൻ വന്നിടി, കാറിൽ ടയർഡായി പോയിടി. എന്താ ചേട്ടാ പറ്റി? എന്താ ചെയ്യാ? ജോബൊക്കെ പോയതാ, അവിടെ ഇപ്പോൾ റെസ്റ്റ് എടുത്ത് വന്നതാ. ഹീറോയുടെ ചേട്ടൻ പറഞ്ഞ കൊറിയയിലാണ് ജോബ് ചെയ്യുന്നത്. അതുപോലെ BTS മെമ്പർ. എപ്പോൾ മുതൽ അവർ എല്ലാവരും 7 പേർ ഐഡൽസാണ്. അവിടെയാണ് ഹീറോയിൻ്റെ ചേട്ടൻ ജോയിൻ ചെയ്തത്. അവിടെ ജോബാണ് ചെയ്യുന്നത്. ഹീറോയിൻ്റെ ചേട്ടൻ പറയുന്നു, അവിടെ എല്ലാ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ചേട്ടൻ തല കൈയൊക്കെ ആയിരുന്നു. ഹീറോയിനൊക്കെ ആയിരുന്നു. എന്താ ചേട്ടൻ പറഞ്ഞ? സെക്യൂരിറ്റിയാ? അതെ മോളെ, സെക്യൂരിറ്റി. എൻ്റെ ഫ്രണ്ട് അവിടെ സെക്യൂരിറ്റി ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ 2 പേരെ സെക്യൂരിറ്റി ആക്കി വെച്ചായിരുന്നു. അവനിക്ക് വയ്യ, ഞാനും വരണം. ഇപ്പോൾ അവന് വന്നു, ഞാൻ വന്നു എന്ന് ഹീറോയുടെ ചേട്ടൻ പറയായിരുന്നു. ശരി ചേട്ടാ, ഇപ്പം എന്ത് പറ്റി? ഒന്നില്ല മോളെ, അവർ ട്രിപ്പിക്ക് വേണ്ടിയിട്ട് ഇവർക്ക് വരാൻ പോവാ. ഇത് കാര്യം പറയുന്നു. ട്രിപ്പിക്കാ? BTS മെമ്പേഴ്സ് വരാൻ പോവാ. ഹീറോയ്ക്ക് BTS മെമ്പർ 7 പേരെ ഭയങ്കര പിടിക്കും. ഇത് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടിക്കും പിടിക്കും, ഒരു ചിന്ന ഒരു പിടിക്കും. ഹീറോയി പറഞ്ഞ് 7 പേർ ലവ് ചെയ്യുക, ഡ്രീമിൽ അവരെ മാരേജ് കഴിക്കുക, അവിടെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുക. ഹീറോയ്ക്ക് അവർ 7 പേർ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല ഹീറോ 7 പേര് കൂടി ലവ് ഹീറോയിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതറിയാതെ ഹീറോയുടെ ഫ്രണ്ടിക്കും മാത്രം അറിയൂ, മറ്റാർക്കും അറിയാമല്ലോ. അങ്ങനെ ഹീറോയുടെ ചേട്ടക്കും കുറച്ച് അറിയും. ഹീറോയ്ക്ക് അവർ മേലെ ക്രഷ് ഉണ്ടെന്ന് പറയായിരുന്നു. ഹീറോയിൻ്റെ മമ്മി പറയുന്നു. എന്താണ് അച്ഛനീ പറയുന്നത്? അതേ മമ്മി, ഓരോ വരാൻ പോവാ. നമ്മളെ വീട് ഈ ഫോണിൽ കാണും മതി, പാലസാണ് മതി വീട്, ഈ വീട്ടിൽ അവർ താമസിക്കട്ടെ എന്ന് പറയുന്നു. ഹീറോയിൻ്റെ മമ്മി പറയുന്നു, ശരിടാ, വിളിച്ചോണ്ട് വാ എന്ന് പറയുന്നു. ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ ജോളിയായിട്ട് ഫ്രണ്ട്സ് കൂടെ ഇരുന്ന് ജോളി എൻജോയ് ചെയ്തത്. അങ്ങനെ വീട്ടിലൊക്കെ വരാൻ പോകുന്നതെന്ന് പറയാം. എപ്പോൾ എത്തും? ഞാൻ ഫസ്റ്റ് ടിക്കറ്റ് ചെയ്തായിരുന്നു, അവർ നാളെ തന്നെ എത്തും എന്ന് പറയുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹീറോയി പറയുന്ന കുറച്ച് രാവിലെ നല്ല ഉറങ്ങായിരുന്നു. രാവിലെ ഹീറോയി കൂടെ കോളേജിലേക്ക് പോയി. ഫസ്റ്റ് ടൈമാണ് മമ്മി കോളേജിലേക്ക് പോകുന്നത്. ഇന്നാണ് കോളേജ് സ്റ്റാർട്ട്, ഞാൻ പോവാം എന്ന് പറഞ്ഞ ഹീറോയി തെറിച്ച് ഓടിയായിരുന്നു. ഹീറോയിൻ്റെ അമ്മ പറയായിരുന്നു, കോളേജിലേക്ക് പോകുന്നത്. അമ്മ പറയായിരുന്നു, മോളെ പ്രിയ. എൻ്റെ അമ്മ പറയാം, കോളേജ് ലീവ് പട്ടി മണ്ടി മാറുന്നു. എൻ്റെ അമ്മ പറയുന്നത്, മോളെ ഇന്ന് നിനക്ക് സ്കൂളാണ് ഇത് കിട്ടുന്നത്, കോളേജ് ഏത് കോളേജാണ് ജോയിൻ ചെയ്യണത് മാത്രം, മനസ്സിലായോ? ശരി അമ്മേ, ഇനി കോളേജ് തുറക്കാനും ആയിട്ടാ എന്ന് പറയുന്നത്. അത് കേട്ട് ഹീറോയിച്ച് മറന്നു അമ്മേ എന്ന് പറഞ്ഞ് ഹീറോയിച്ചിരിക്കാറ്. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറയായിരുന്നു, ശരിടി നമുക്കിവിടെ എൻജോയ് ചെയ്യാം എന്ന് പറഞ്ഞ് ഹീറോയി ജോലിയിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഫ്രണ്ട്സ് എല്ലാം പറയായിരുന്നു, മച്ചി നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ 2 പേര് വെളിയിൽ കറങ്ങാൻ പോയായിരുന്നു. അത് കൊണ്ടുവന്നിട്ട് നമുക്ക് ജ്യൂസ് എല്ലാം, മമ്മി എനിക്ക് 15 വേണം, 100 രൂപ എന്ന് പറഞ്ഞ് അമ്മയെ 100 രൂപ കൊടുത്തായിരുന്നു. അങ്ങനെ ഹീറോ അച്ഛനെ നോക്കായിരുന്നു. അച്ഛന് എന്താ 200 രൂപ എന്ന് പറയാം. ചേട്ടോ എന്നാ
300 രൂപ എന്നത് വേറെ പണം കൊടുത്തു ഹീറോയിന് തന്ന് ഒറ്റ പോയി കേൾക്കാം മമ്മിക്ക് ഡാഡിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ ചേട്ടൻ പോവാൻ അറിയില്ലായിരുന്നു. ഹീറോയിൻ ജോലിയായിട്ട് ഫ്രണ്ട്സ് കൂടെ ആയിരുന്നു. എടി എന്നൊക്കെ പണം കിട്ടോ? ആ ആ പണമൊന്നും കിട്ടില്ല. എൻ്റെ കയ്യിൽ പണമുണ്ട്. എൻ്റെ ഫ്രണ്ട്സ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ സ്കൂൾക്ക് പോയായിരുന്നു. ഇപ്പോൾ ഡിസംബർ 7 വരുവാണ്. ഏതെങ്കിലും മണി പറഞ്ഞാൽ 3 മണിയായിരുന്നു. അതെ, ഹീറോയിൻ പറഞ്ഞ ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പാർട്ടി ചെയ്യുന്നത്. അതുകൊണ്ട് ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ വീട് പൂജയുടെ വീട്ടിലാണ് രണ്ടുപേരും അവിടെ പാർട്ടി ചെയ്യുന്നത്. ഈ ഡിസംബർ വന്നെത്തിയായിരുന്നു. 3 മണിയാകുമ്പോൾ കറക്റ്റ് എയർപോർട്ടിൽ ഇറങ്ങി ഹീറോയിൻ്റെ വീട്ടിലൊക്കെ പോയായിരുന്നു. നമ്മൾ 4 മണിയായിരുന്നു. പിറ്റേ ദിവസം 4 മണി കഴിഞ്ഞായിരുന്നു ഹീറോയിൻ്റെ വീട്ടിലിരുന്നായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിൽ റൂം കൊടുത്തായിരുന്നു. അത് 7 പേർക്ക് 7 റൂം കൊടുത്ത് അവർ പറഞ്ഞു ഓരോന്ന് റൂം വേണോ? വലിയ വീടാണ്. 7 പേർക്ക് ഓരോ റൂം കൊടുത്ത് അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിറ്റേ ദിവസം പറഞ്ഞു വീട് നന്നായിട്ടുണ്ട്. അവർ കുളിച്ച് ഫ്രഷായി റെഡി ആയിട്ട് വെളിയിൽ വന്നായിരുന്നു. എല്ലാവർക്കും ഫുഡ് അവർക്ക് ഏട്ടന്മാരെയും എല്ലാവരും ഹീറോയിൻ ചേട്ടൻ എല്ലാവരും റെഡിയാക്കായിരുന്നു. ഇപ്പം മണി 5:50 ഹീറോയിനെ കാണുന്നില്ല. എൻ്റെ അമ്മ പറയായിരുന്നു അവളിപ്പോൾ വരും എന്ന് പറയായിരുന്നു. ചേട്ടൻ പറയായിരുന്നു അവളെവിടെയായിരുന്നു? ചേട്ടാ എന്നൊരു വോയിസ്. 7 പേര് തിരിഞ്ഞ് ഹീറോയിനെ നോക്കിയായിരുന്നു. ഹീറോയിൻ പറഞ്ഞ ഒരു പിങ്ക് കളർ ചൂത ഇട്ടിട്ടാണ് ഉള്ളത്. ഹീറോയിൻ ചോദിച്ചിട്ട് വരാൻ തുടങ്ങിയായിരുന്നു. ചേട്ടാ എന്ന് പറഞ്ഞ് ഓടി വന്ന ഹീറോയിൻ ചേട്ടാ ചേട്ടാ എന്താ? ചേട്ടാക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ചേട്ടാ. ആ കൊടുത്തിട്ടുണ്ടോ എന്ന് പറയാം. ചേട്ടാ ഒരു സാധനം കേട്ടായിരുന്നു. ആ ചേട്ടാ രണ്ട് വോയിസ് കേൾക്കായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സും വന്നായിരുന്നു. ഹീറോയിൻ്റെ കയ്യിൽ പൊണ്ടോ ഉണ്ടായിരുന്നു. പൊണ്ടോ അങ്കിൾ കൊണ്ടുവന്നത് വിടുവൊക്കെ അകത്ത് എന്ന് പറഞ്ഞ ഒരു വേലക്കാരുണ്ടായിരുന്നു. അവർ കൊണ്ടുവന്ന് വെച്ചായിരുന്നു. മാം നിങ്ങൾ കേട്ട ഇത്ര പൊണ്ടോ നിറയെ പൊണ്ടോ കയ്യിലുണ്ടായിരുന്നു. തോട്ടത്തിൽ വെച്ച് കൊണ്ടുവന്നതാണ്. ഹീറോയ്ക്ക് തോട്ടം എല്ലാം ഉണ്ടായിരുന്നു. ശരി മമ്മി നീ കേട്ട ഫുൾ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹീറോയിൻ്റെ ഫ്രണ്ട് കയ്യിൽ ചിക്കൻ, പൂജ കയ്യിലും ഫിഷ്, ആനുവിൻ്റെ കയ്യിലും ചിക്കൻ ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ഹീറോയിൻ കോക്ക് ചെയ്ത് നിറയെ സാധനമെല്ലാം കൊണ്ടുവന്ന് വെച്ചു. ഹീറോ ഇപ്പോൾ ജ്യൂസ് എല്ലാം ചേഞ്ച് ആയിരുന്നു. ഡിസംബർ ഹീറോയിൻ ലുക്കഡായിരുന്നു. ഹീറോ 7 വരെ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറയായിരുന്നു മച്ചി ഞങ്ങൾ പോവാം എന്ന് പറഞ്ഞ് അവർ ഹീറോയിൽ പോയിരുന്നു. അവർ ഷോക്കായിരുന്നു ഫ്രണ്ട്സ്. ഇപ്പോഴാണല്ലോ ശരി അമ്മ വിളിക്കാം ഞങ്ങൾ പോകുന്നത്.